Good afternoon, sir. Okay, good afternoon, Suhaina. Good afternoon, sir. Okay, good afternoon, Simi. How are you, Okay, sir? okay. Adira, okay. Muhammad Rafi. Jasila. How are you, sir? Okay, Suhaina. Okay, Soumya. Okay, Amisha. Litti. Yes. കഴിഞ്ഞ ആഴ്ച വേറെ ഒരു ക്ലാസ്സിലേക്ക് കയറേണ്ടി വന്നതുകൊണ്ട് നമുക്ക് പോയി കാണാൻ പറ്റിയില്ല. Good afternoon, sir. Okay, good afternoon. Okay, Divya. Okay, Manu. Okay, Lichu. Okay, Amalu. Yes. Okay, let us start. ആരംഭിക്കാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും പ്രസന്റിലെ വാട്ട് ഈസ് ഗോയിങ് ഓൺ. ഐ ആം ടീച്ചിങ്. അപ്പൊ അതിന് നമ്മൾ സ്ട്രക്ചർ പറഞ്ഞു. സബ്ജക്ട് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം മീസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ കൂടെ ഒരു ing കൂടി ചേർക്കുന്നു. അങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷേ അത് ഇപ്പോൾ നടക്കുന്ന സംഭവമല്ല, നേരത്തെ നടന്നുകൊണ്ടിരുന്ന സംഭവം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിൽ എന്തിനെ ചെല്ലുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിൽ എന്തിനെ ചെല്ലുമ്പോൾ അവൾ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പൊ നിങ്ങൾ അവിടെ ചെന്നു, അത് കഴിഞ്ഞു പോയ സംഭവം. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്ന വേറൊരു കാര്യം പറയുന്നു, വെൻ ഐ വെന്റ് ദെയർ, പിന്നെ ബാക്കിയുള്ള കാര്യം. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന് വരുന്നത്. നേരത്തെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്ന സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ഐ വെന്റ് ദെയർ, ഞാൻ അവിടെ ചെന്നപ്പോ ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ എന്ത് ചെയ്യായിരുന്നു, ഉറങ്ങിയായിരുന്നു. വെൻ ഐ റീച്ച് ദ സ്കൂൾ ഹി വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അങ്ങനെ സബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് എഴുതുന്നു അല്ലെങ്കിൽ വേറെ എഴുതുന്നു. വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ കൂടി ഉപയോഗിക്കുന്നു, ing ഉപയോഗിക്കുന്നു. ഇപ്പൊ സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ing, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇത് ഉൾപ്പെടെ നമ്മളിപ്പോ 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, ഇപ്പോൾ നമ്മൾ പറയുന്നു പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ing. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നത്, നേരത്തെ വേറൊരു കാര്യത്തിന്റെ ഇടയ്ക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കഴിഞ്ഞുപോയ വേറെ സംഭവത്തിന്റെ ഇടയ്ക്കുള്ള ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനൊരു സബ്ജക്റ്റ് പറയാം, ഷീ. ഷീ കഴിഞ്ഞതിന് ശേഷം വാസ് വരൂ, വേറെ വരൂ, ഷീ വാസ്. ഷീ വാസ്, അതിന് ശേഷം വെർബ് ഡു, ചെയ്യുക, ഉടനെ ഷീ വാസ് ഡൂയിങ് ഹോംവർക്ക്, അവൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. There were
ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പോ വാസ് അല്ലെങ്കിൽ വേറിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. ഈസ് ആമാർ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിൽ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ഐ. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഏജ്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒക്കെ പറയാം. ഒരു സബ്ജക്ട് പറയാം, അതിന്റെ കൂടെ വാസോ അല്ലെങ്കിൽ വേറോ ചേർക്കുക, അതിന്റെ കൂടെ പിന്നെ വെർബ് എഴുതുക, അതിന്റെ കൂടെ ഏജ് ചേർക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം. യെസ്, ആർക്കെങ്കിലും എഴുതുകയോ പറയുകയോ? യെസ്. അപ്പൊ ഇവിടെ മസ്ജിദ് പറയുന്നു ഐ വാസ് കുക്കിംഗ് ഡിന്നർ വെൻ ദേ അറൈവ്ഡ്. ഓക്കെ, ഇപ്പൊ വെൻ ദേ അറൈവ്ഡ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഐ വാസ് കുക്കിംഗ് ഡിന്നർ അത്രയും പറഞ്ഞാൽ സെന്റൻസ് കറക്റ്റ് ആണ്. ഹി വാസ് ഈറ്റിംഗ് മാംഗോ. സൗമ്യ പറയുന്നു ഹി വാസ് ഈറ്റിംഗ് മാംഗോ. കറക്റ്റ് ആണ്. യെസ്, ഹി വാസ് ഈറ്റിംഗ് മാംഗോ. റോഹിണി പറയുന്നു ഹി വാസ് വെയിറ്റിംഗ്. ഹി വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഓക്കെ, യെസ്, ഞാൻ കയ്യിൽ നിന്ന് ചേർത്താണ്. ആതിര പറയുന്നു ഐ വാസ് സ്റ്റഡിയിങ് ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, സൗമ്യ പറയുന്നു ദേ വർ പ്ലേയിങ് ക്രിക്കറ്റ്. നന്ദന പറയുന്നു ദേ വർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പൊ നന്ദന അത് പ്രസന്റ് കണ്ടിന്യൂസിലോട്ട് വന്നിട്ടില്ല, ING വന്നിട്ടില്ല. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. ഫാത്തിമ പറയുന്നു ഷി വാസ് പ്ലേയിങ് യെസ്റ്റർഡേ ദേ വർ ഈറ്റിംഗ്. ഷി വാസ് റീഡിംഗ് എ ബുക്ക് ലച്ചു. ഹി വാസ് പ്ലേയിങ്. മുഹമ്മദ് റാഫി ഐ വാസ് സീയിങ് ആണ് കേട്ടോ. He was watching TV. The kids were playing. They were waiting for the bus. Correct. I have read 2 times. Okay. അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിരുന്നു. സിമി കറക്റ്റ് ആണ്, പക്ഷെ ING വന്നിട്ടില്ല. ഓർക്കുക, വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ING. ജസീല കറക്റ്റ് ആണ്. ഷി വാസ് ഡാൻസിങ്. ദിവ്യ പറയുന്നത് ഷി വാസ് ഈറ്റിംഗ് പൊറോട്ട. വെരി ഗുഡ്. ഓക്കെ ദിവ്യ, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ സബ്ജക്റ്റ് നേരത്തെ എഴുതിയ ഹാസ് ഉപയോഗിച്ച് എഴുതിയതും ഹാവ് ഉപയോഗിച്ച് എഴുതിയതും ദേ വർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ വെർബ് കഴിഞ്ഞിട്ട് ING കൂടി വേണം. ആ കാര്യം മറക്കാതിരിക്കുക. വെർബ് കഴിഞ്ഞിട്ട് ഒരു ING കൂടി വേണം. ഓക്കെ, അപ്പൊ ഇനി ഇനി സൗമ്യ. അലോന ബാബു പറയുന്നത് ദേ വർ സേയിങ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് അലോന. സ്നേഹ പറയുന്നത് ഹി വാസ് ഈറ്റിംഗ് ഫുഡ്. കറക്റ്റ് ആണ്, ശരിയാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. വേർ വാസ് ഷീ ഗോയിങ് യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ. ഓക്കെ ലച്ചു, കറക്റ്റ് ആണ്. യെസ് യെസ്. ഇനി ആരാണ്? സൗമ്യ. Yes, sir. ഓക്കെ, ഹൗ ആർ യു സൗമ്യ? Fine, sir. ഓക്കെ, വെരി ഗുഡ്. ഷൈജി പോലെ ഹി വാസ് ഡ്രൈവിംഗ് എ കാർ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കുന്നതാണ് സൗമ്യ. അമൃത പറയുന്നു ദ ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി. ഓക്കെ, വെരി ഗുഡ് സെന്റൻസ്. ഓക്കെ, സൗമ്യ. Yes, sir. ഓക്കെ, അപ്പോ ഐ സബ്ജക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ വരുന്ന ഓക്സിലറി വെർബ് അമ്മ പറയുന്നത് കറക്റ്റ് ആണ്, അലീഷ പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ഈ വാസ് ആണ് വേറാണ്. Was. ഐ വേറൊന്നും പറയില്ല, അങ്ങനെ പറയാറില്ല. പറയാറില്ല. അപ്പോ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഐ കഴിഞ്ഞ ഇപ്പൊ സൗമ്യ പറഞ്ഞത് കറക്റ്റ് ആണ്, ഐ കഴിഞ്ഞാൽ വാസ പറയുള്ളൂ. പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് തെറ്റാണെന്ന്. തെറ്റല്ല, അത് കറക്റ്റ് ആണ്. എങ്ങനെയുള്ള സന്ദർഭങ്ങളാണെന്ന് അറിയാമോ? ആ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറയുകയാണ് സൗമ്യയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയാം. അത് ഇംഗ്ലീഷിൽ പറഞ്ഞു. വേണ്ട, അപ്പൊ സൗമ്യല്ല പറയണ്ട. അപ്പൊ സൗമ്യ പറയുമ്പോ ഇങ്ങനെ പറയാം, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് സൗമ്യ ഇംഗ്ലീഷിൽ പറഞ്ഞു. I was a bird. അപ്പൊ അതിന്റെ അർത്ഥം സൗമ്യ ഒരു പക്ഷിയാവാൻ സാധ്യതയുണ്ടെന്നാണ്. അതെ അതെ, ഞാനൊരു പക്ഷിയായിരുന്നു. ആയിരുന്നെങ്കിൽ എന്നാണ് പറയേണ്ടത്. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് ഇംഗ്ലീഷിൽ അങ്ങനെ പറയും. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്ന് വേണ്ട. അപ്പൊ അത് ഓക്കെ,
ഇപ്പൊ ഇവിടെ മസീദ് പറയുന്നു ഇഫ് ഐ വേർ എ ബേർഡ്. മിൻസിയും അത് തന്നെ പറയുന്നു. ദിവ്യ നമുക്ക് അതിൽ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അതായത് സൗമ്യ പറയുകയാണ് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. നിങ്ങൾ ആലോചിച്ചു എന്തെങ്കിലും നടക്കും, എന്തെങ്കിലും സംഭവിക്കുമോ? ഓക്കെ ഫാത്തി, അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് സൗമ്യയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തെങ്കിലും നടക്കും. സൗമ്യ ജനിച്ചു, ഞാനും ജനിച്ചു. സൗമ്യയുടെ സ്ഥാനത്ത് ഇരിക്കുമോ, എന്റെ സ്ഥാനത്ത് സൗമ്യക്കോ ജനിക്കാൻ ഒരിക്കലും സംഭവിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഒരു ഇഫ് ക്ലോസ് എന്നാണ് പറയുന്നത്. അവിടെ ഐ കഴിഞ്ഞാൽ വേറെ വരാം. ഐ കഴിഞ്ഞാൽ വേറെ വരാം. ഇഫ് ഐ വേർ എ ബേർഡ്, അതാണ് കറക്റ്റ്. ഐ വാസ് എ ബേർഡ് എന്നല്ല. ഇഫ് ഐ വേർ എ ബേർഡ്. എന്തുകൊണ്ട് അവിടെ വേറെ വന്നു? ബിക്കോസ് ഇറ്റ് ഈസ് അൺറിയൽ കണ്ടീഷൻ. കാരണം അതെന്താണ്? റിയൽ ആവാത്ത, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവം. ഓക്കെ, ലക്ഷ്യം പറയുന്നു ഇഫ് ഐ വേർ എ ബേർഡ്, ഇതാണ് കറക്റ്റ്. അപ്പൊ അവിടെ കഴിഞ്ഞാൽ വാസ് വരില്ല, അതിന്റെ കൂടെ വാസേ വരൂ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു അൺറിയൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഐ കഴിഞ്ഞാൽ എന്ത് വേണം? വേറെ വേണം. അത് നിങ്ങൾ മറക്കാതിരിക്കുക. അതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അതിന്റെ കൂടെ ഓക്കെ. ഇനി അൺറിയൽ ആയ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു സൗമ്യ. ഇഫ് വെച്ചിട്ട് പറഞ്ഞു. ഇഫ് ഐ വേർ എ ബസ് അല്ലെങ്കിൽ ഇഫ് ഐ വേർ എ പൊറോട്ട. ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാമായിരുന്നെങ്കിൽ, ബസ് ആയിരുന്നെങ്കിൽ, പൊറോട്ട ആയിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഐ വുഡ് ഫ്ലൈ ഇൻ ദ എയർ. ഇഫ് ഐ വേർ എ മില്യണയർ, ഞാനൊരു കോടീശ്വരനായിരുന്നെങ്കിൽ, ഐ വുഡ് ഗിവ് മണി ടു ദ പുവർ. ഇഫ് ഇഫ് ഐ വേർ എൻ ഏഞ്ചൽ, നല്ല പലമുണ്ട്. ഞാനൊരു മാലാഖയായിരുന്നെങ്കിൽ, ഐ വിൽ കം ടു എവറി ഹൗസ്, അല്ലേ? യെസ്, ഓക്കെ. യെസ്. ഇനി വേറെ ആർക്കെങ്കിലും ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ എ സിംഗർ. ഓക്കെ. ദിവ്യ പറയുന്നു ഞാനൊരു പാട്ടുകാരനായിരുന്നെങ്കിൽ. സുഹൈല പറയുന്നു ഇഫ് യു ടേക്ക് കെയർ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ. യെസ്, ഇറ്റ് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻ. ഇഫ് ഐ വേർ എ ഗോഡസ്, അതോടൊപ്പം ഞാനൊരു ദേവതയായിരുന്നെങ്കിൽ. ഇഫ് ഐ വേർ ദർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, രാഖി, വെരി ഗുഡ്. ഇഫ് അത് കൊള്ളട്ടെ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ അവിടെയാണ്, ഞാൻ എവിടെയാണ്. ഞാൻ പറയാൻ പോയ കാര്യം പ്രൈം മിനിസ്റ്ററാണ് ഉദ്ദേശിച്ചത്. അതിന് പകരം അഞ്ചു എന്ന് പറഞ്ഞു ഇഫ് ഐ വേർ ദ CM എന്ന് പറഞ്ഞു. നമ്മുടെ ചർച്ചയില് ഒരു ദിവസം വരുന്ന സബ്ജക്റ്റ് ആണിത്. ഏത്? ഇഫ് ഐ വേർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഇത് നമുക്ക് ഉള്ളൊരു വിഷയമാണ്. ഞാൻ നമ്മുടെ സബ്ജക്റ്റില് എടുത്തിട്ടേക്കുന്ന വിഷയമാണ്. നിങ്ങളായിരുന്നു കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ എങ്കിൽ ആദ്യത്തെ 5 തീരുമാനം എന്തായിരിക്കും? ഇഫ് ഐ വേർ എ ഗുഡ് മാൻ, നല്ല മനുഷ്യനല്ലേ ഇപ്പോഴും. ഇഫ് ഐ വേർ ഐ കുഡ് ഹെൽപ്പ് യു. ഇഫ് ഐ വേർ ദർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചില്ല. കറക്റ്റ് ആണ്. അപ്പോ ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി നിങ്ങൾ. ഇഫ് ഐ വേർ എ റോബോട്ട്. ഓക്കെ ശില്പ, ഇഫ് ഐ വേർ എ റോബോട്ട്, ഞാനൊരു റോബോട്ട് ആയിരുന്നെങ്കിൽ. ഓക്കെ, ഇറ്റ്സ് കറക്റ്റ്. വെരി ഗുഡ്. പറഞ്ഞോളൂ ഫാത്തിമ, കറക്റ്റ് ആണ്. ഇഫ് ഐ വെയർ എ ബേർഡ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്ന ഐ വിൽ ഫ്ലൈ എന്നാണോ അതോ ഐ വാസ് ഫ്ലൈ അങ്ങനെയാണോ പറയുന്നത്? അതൊരിക്കലും പറയാൻ പാടില്ല. ഇതിന്റെ അകത്ത് അത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇഫ് ഐ വേർ ശരിക്കും അത് ഐ വുഡ് എന്ന് തന്നെ പറയാം. അതെങ്ങനെ പറയാം? അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാത്തിമ, അതിനൊരു നിയമമുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയാം. ഒരു വാചകം ഉണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഇഫ് യു വെരി ഗുഡ്. നല്ല സംശയമാണ് ചോദിച്ചത് കേട്ടോ. ഇഫ് യു വർക്ക് ഹാർഡ്, WORK, വർക്ക് ഹാർഡ്, you will pass. If you work hard, you will pass. Yes, again. If you work hard, അത് ഒരു കോമ ഉണ്ടാവും. അപ്പൊ ഒരു സെന്റൻസ് ഉണ്ടത്, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അർത്ഥം പിടിയില്ല. നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചാൽ നീ പാസ്സാവും എന്നാണ് സംഭവമാണ്. ഇത് കറക്റ്റാണ് സെന്റൻസ്. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ അകത്ത് ഇഫ് യു വർക്ക് ഹാർഡ് വരെ ഒരു ക്ലോസും ഐ വിൽ പാസ് എന്നുള്ളത് യു വിൽ പാസ് എന്നുള്ള രണ്ടാമത്തെ ക്ലോസ്. അപ്പൊ ഇതിന്റെ അകത്ത് 2 ക്ലോസ് വന്നിട്ടുണ്ട്. 2 ക്ലോസ്. അപ്പൊ ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ വരാം. അപ്പോ ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ കൂടിച്ചേരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ഒരു സെന്റൻസ് ആയിട്ട് മാറുന്നത്.
അപ്പൊ ഇതിന്റെ അത് രണ്ട് ക്ലോസ് ഉണ്ട്. ഇഫ് യു വർക്ക് ഹാർഡ് പറയുന്ന ഒരു ക്ലോസ്, യു വിൽ പാസ് എന്നുള്ള രണ്ടാമത്തെ ക്ലോസ്. ഓക്കെ, അതില് നമ്മൾ ആദ്യത്തെ ക്ലോസ് എടുക്കുകയാണ്. ഇഫ് യു വർക്ക് ഹാർഡ്, അത്രയും വരെ ഉള്ളു എന്നുള്ളത്. ഓക്കെ ഓക്കെ, ഇന്റർനാഷണൽ ഫിഗർ. ഓക്കെ സുഹൈന, അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ് വരെ എടുക്കണുള്ളത് വിചാരിക്കും. ബാക്കി നമ്മൾ പറയുന്നില്ല. ബാക്കി നമ്മൾ പറയാതെ അത്രയും വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. ഫാത്തിമ, ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് ഒരാളെ വിളിച്ചിട്ട് നമ്മൾ മിണ്ടായിട്ട് പോയി കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവും? ഇല്ല ഇല്ല ഇല്ല. അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് പറയും? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. എന്ത് പറയും? സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഒരു സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവും. അതില് ക്ലോസിന്റെ അർത്ഥം പൂർത്തിയാവുന്നില്ല എങ്കിൽ ആ ക്ലോസിന് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് നമ്മൾ പറയുന്നില്ല, ബാക്കി മാത്രം നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കും. യു വിൽ പാസ്, അപ്പൊ അർത്ഥം പൂർത്തിയാവുന്നുണ്ട് ഫാത്തിമ? ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആവാം. യു വിൽ പാസ്, നീ പാസ്സാകും. അപ്പോ അങ്ങനെ അർത്ഥം പൂർത്തിയാവുകയാണെങ്കിൽ അതിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയും. യെസ്, ഇതിന്റെ വേറെ പേരുകളൊക്കെ ഉണ്ടിട്ടാ. എന്നാലും നമ്മളിപ്പോ തൽക്കാലം മനസ്സിലാക്കുക എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ്. ഓക്കെ ഓക്കെ. ഇഫ് ഐ വെർ എ നേഴ്സ്, ഓക്കെ, ഐ വുഡ് ഗോ ടു ജർമ്മനി. യെസ്. അപ്പോ നമുക്ക് പറയാം ഒരു സെന്റൻസിൽ ക്ലോസുകൾ ഉണ്ടാവും, ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവും. ആ ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും മെയിൻ ക്ലോസ് എന്നും വിഭജിക്കാം. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാല് അർത്ഥം പൂർത്തിയാവുന്നത്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം പൂർത്തിയാവുന്നത്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സബോർഡിനേറ്റ് ക്ലോസിൽ ഉപയോഗിക്കുന്ന ടെൻസും മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്ന ടെൻസും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ബന്ധമുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാൻ വാചകം ശ്രദ്ധിക്കും. ഇഫ് യു വർക്ക് ഹാർഡ് ഉണ്ടാ, ഇഫ് ഐ വെർ ആൻ IPS ഓഫീസർ. ഓക്കെ, അതൊന്നും സാധ്യമല്ലാതൊന്നുമല്ല. ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് IPS ഓഫീസറൊക്കെ ആവാം. ധൈര്യമായിട്ട് പരിശ്രമിച്ചോളൂ. സിവിൽ സർവീസ് പരീക്ഷ എഴുതുക, പാസ്സാവുക. ആദ്യത്തെ റാങ്കിലൊക്കെ വരികയാണെങ്കിൽ IAS കിട്ടും. രണ്ടാമത്തെ വിഭാഗത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ IPS ഉറപ്പുണ്ട്. അത് നിങ്ങളുടെ ജില്ലയിലെ സിറ്റി പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ SP ആയിട്ടൊക്കെ വരാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് മെയിൻ ക്ലോസ് എന്താണ്? കോഴ്സിന്റെ സ്പെല്ലിംഗ് എന്തോ സാറേ? ആ കോഴ്സ് മെയിൻ കോഴ്സിന്റെ സ്പെല്ലിംഗ് എന്തോ? COURSE എന്നാണോ? CLAUSE. ക്ലോസ് അല്ല, CLOUSE ക്ലോസ് എന്ന് പറഞ്ഞാലും മറ്റേ ഇത് നമ്മൾ പറയില്ലേ, അതന്നെ നവീകരിക്കാൻ CLAUSE ക്ലോസ് അല്ല, മറ്റേ ക്ലോസ് അല്ല. അത് നമ്മൾ വേറെ ക്ലോസ് ഉണ്ട്, അതവിടെ ക്ലോസ് ചെയ്തേക്കെന്ന് പറയല്ലേ, തീർത്തേക്കെന്ന് പറയല്ലേ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസിൽ ഉപയോഗിക്കുന്ന ടെൻസും മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്ന ടെൻസും തമ്മിലൊരു ലിങ്ക് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ തന്നെയാണ് നേരത്തെ ഇവിടെ ഫാത്തിമ ചോദിച്ച ചോദ്യത്തിന് വരുന്നത്. ഓക്കെ, ഇഫ് യു വർക്ക് ഹാർഡ്, വർക്ക് പ്രസന്റൻസ്, ആ വർക്കിന്റെ അടിയിൽ നിങ്ങളൊന്ന് ഒന്ന് വരച്ചിട്ടേ വർക്ക്. അപ്പോ ഇപ്പുറത്ത് നമ്മൾ എഴുതിയത് യു വിൽ പാസ് എഴുതി, അത് കറക്റ്റ് ആണ്. അപ്പോ സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചറെ വരാം അല്ലെ. യു വിൽ പാസ് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല കറപ്പിന്റെ പ്രസന്റൻസ്. അപ്പൊ ആ വിൽ എന്നുള്ളതിന് പകരം വേണമെങ്കിൽ അവിടെ ഷാൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവിടെ ക്യാൻ വന്നാലും കുഴപ്പമില്ല, മേ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള വാക്കുകളെ വരാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വിൽ എന്നുള്ളതിന് പകരം ക്യാൻ വരാൻ തെറ്റില്ല, ഷാല് വരാൻ തെറ്റില്ല, മേ വരാൻ തെറ്റില്ല. പക്ഷെ ക്യാൻ എന്നുള്ളതിന് പകരം ഫുഡ് വന്നാൽ തെറ്റാണ്, വില്ല് എന്നുള്ളതിന് പകരം ഫുഡ് വന്നാൽ തെറ്റാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴത്തെ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ആണോ, അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇത് എപ്പോഴാണ് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മകൻ 9ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 10ാം ക്ലാസ്സിലോട്ടായി, 9ൽ ജയിച്ച് 10ാം ക്ലാസ്സിലോട്ടായി. പഠിക്കാൻ ഇത്തിരി മോശമെന്ന് വിചാരിക്കുക, ബുദ്ധി ഉള്ളവൻ, അത് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ അവരോട് പറയുന്ന വാചകമാണിത്: ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ ശ്രമിച്ചാൽ നീ പാസ്സാവും. യു വിൽ പാസ് വിത്ത് ഫുൾ A+. അതിനാ പറയാൻ
ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? യു വിൽ പാസ് വിത്ത് ഫുൾ എ പ്ലസ്. വിത്ത് ഫുൾ എ പ്ലസ് വാങ്ങി പാസ്സാക്കാം. യെസ്. ഇനി SSLC പരീക്ഷ പയ്യൻ മകൻ പരീക്ഷ എഴുതി തോറ്റിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയുകയാണ് നീ പഠിച്ചെങ്കിൽ പാസ്സായില്ല. അതെങ്ങനെ പറയും? മറ്റേത് പറഞ്ഞു നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവൂന്ന് പറഞ്ഞേക്കുന്നത് ആദ്യത്തെ. ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഇപ്പൊ അതല്ല, അത് 10ലേക്ക് ആയപ്പോ പറഞ്ഞതാണ്. ഇതങ്ങനെയല്ല, 10ലേക്കായി പരീക്ഷ കഴിഞ്ഞു പരാജയപ്പെട്ടു. അപ്പൊ ആ സമയത്ത് അവന് ചീത്ത പറയൂല. ആ ചീത്ത പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു വാചകമാണ് നീ പഠിച്ചെങ്കിൽ പാസ്സായില്ലേ. കാരണം നിനക്ക് ബുദ്ധിയുണ്ട്, ഇപ്പൊ നീ തോറ്റു, നീ പഠിച്ചെങ്കിൽ പാസ്സായനെ. അവിടെ വരുമ്പോ ഈ ടെൻഷനൊരു മാറ്റം വരും. എങ്ങനെ വരും? ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് വർക്ക്ഡ്, WORKED. ഇഫ് യു വർക്ക് ഹാർഡ്, അതാണ് കറക്റ്റ്. അപ്പോ ഇപ്പോഴത്തെ വില്ല് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? യു വുഡ് പാസ്. ഇതാണ് ശരി. ഇപ്പോഴത്തെ പ്രസന്റൻസ് പാസ്റ്റ് ടെൻസ് വന്നപ്പോ അപ്പുറത്ത് വുഡായി. ആ വുഡ് എന്നുള്ളതിന് പകരം ഷുഡ് ഉപയോഗിച്ചാലും കറക്റ്റാണ്, അല്ലെങ്കിൽ കുഡ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, മൈറ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. അതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചാൽ മതി. പക്ഷെ വില്ല് ഉപയോഗിച്ചാൽ തെറ്റാണ്, ഷാൽ ഉപയോഗിച്ചാൽ തെറ്റാണ്, ക്യാൻ ഉപയോഗിച്ചാൽ തെറ്റാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞതൊന്ന് ക്രോഡീകരിച്ച് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുമെന്ന് വിചാരിച്ച് പറഞ്ഞത് വന്നതല്ല. ഇപ്പൊ നമ്മുടെ ഫാത്തിമ സംശയം ചോദിച്ചോളൂ, നല്ലൊരു സംശയമായതൊന്നത് പറയുന്നു. ഒരു സെന്റൻസ്, ആ സെന്റൻസിനെ 2 ക്ലോസ്, വിവിധ ക്ലോസുകളായിട്ട് വിഭജിക്കാം. അതിന് മെയിൻ ക്ലോസ് എന്ന് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. എന്താണെന്നത് പറഞ്ഞു. അങ്ങനെ സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്തെ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. സബോർഡിനേറ്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ നിന്ന് സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് കണ്ടീഷണൽ ഫോം ആയിരിക്കും. കണ്ടീഷണൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്, ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. ഓക്കെ. ഇഫ് യു സ്റ്റഡീഡ് മതി. ഓക്കെ. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. വില്ലിന്റെ കണ്ടീഷൻ ഫോം വുഡ്, ഷാലിന്റെ ഷുഡ്, ക്യാൻ എന്നുള്ളതിന്റെ കുഡ്, എന്നുള്ളതിന്റെ മൈറ്റ്. അപ്പോ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കണമെങ്കിൽ വുഡേ ഉപയോഗിക്കാവൂ. ഓക്കെ, ഇതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി നമ്മൾ നേരത്തെ ഫാത്തിമ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നു. അപ്പോ ഈസ് അല്ലെങ്കിൽ ആണെന്നല്ലെങ്കിൽ ആരാണെങ്കിൽ പ്രസന്റ് ആണ്. വാസോ വേറോ വന്നാൽ പാസ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇപ്പുറത്ത് വുഡ് വെച്ച് വരും. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ ഇൻ ദ എയർ. അതാണ് കറക്റ്റ്. വില്ലല്ല വേണ്ടത്, ഐ വുഡ് ആണ് കറക്റ്റ് കേട്ടോ. ഐ വുഡ് ഫ്ലൈ ഇൻ ദ എയർ. ഇതാണ് എന്റെ നിയമം. ഓക്കെ, ഇനി വേറൊരു സംഗതി കൂടിയുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു മകൻ SSLC ആയിക്കഴിഞ്ഞപ്പോ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് പറഞ്ഞു. തോറ്റു കഴിഞ്ഞപ്പോ യു വർക്ക് ഹാർഡ് യു വുഡ് പാസ് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ തോറ്റു, റിസൾട്ടൊക്കെ കഴിഞ്ഞു, ഒരു മാസമൊക്കെ കഴിഞ്ഞു. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോ നിങ്ങളുടെ മകനെ കുറിച്ച് അയൽവാസിയോട് സംസാരിക്കുന്നു. അപ്പോ അയൽവാസി ചോദിച്ചു എങ്ങനെ മകൻ? അപ്പൊ അവൻ തോറ്റുപോയി എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ അതിന്റെ കൂടെ ഒരു സെന്റൻസ് ആഡ് ചെയ്തു. അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നു. സെന്റൻസിന്റെ സ്ട്രക്ചർ മാത്രം നിങ്ങൾ നോക്കണോട്ടോ. അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, പാസ്സായിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒരു മാസം കഴിഞ്ഞപ്പോൾ കുറെ ദിവസങ്ങൾക്ക് ശേഷം അയൽവാസിനോട് നിങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതെങ്ങനെ പറയും? അത് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാഡ് വർക്ക്ഡ് കാര്യം. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, WORKED. നമുക്ക് പിന്നീട് പഠിക്കും, നമുക്ക് നോക്കാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, അപ്പൊ തൊട്ടിപ്പുറത്ത് യു വുഡ് ഹാവ് പാസ്ഡ്. അങ്ങനെ തന്നെ പറയണം, വുഡ് ഹാവ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇതാണ് കറക്റ്റ്. ഇത് ഒരു ക്യാപ്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഗുളിക പോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. മനസ്സിലാക്കി വെച്ചിട്ട് ഇതിന് വരാൻ വാക്കുകൾ വായിക്കാൻ എന്നാണ്. പ്രസന്റ് ടെൻസ് ആണ് വില്ല് ഷാലൊക്കെ വരും. പാസ്റ്റ് ടെൻസ് ആണ് അപ്പുറത്ത് എന്ത് വരും? വുഡ് ഷുഡ് കുഡൊക്കെ വരും. ഹാഡ് ഉണ്ട് അപ്പുറത്ത് വുഡ് ഹാവ്, അതിന്റെ പരമ്പിന്റെ പാസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ നിയമം. ഈ നിയമം അനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത്. ഫാത്തിമ പിടികിട്ടിയോ?
സർ മനസ്സിലായി. ഓക്കെ ഓക്കെ Thank ഇത് ഓക്കെ ഓക്കെ ഇത് ബൈ ഹാർട്ട്. ഇത് നിങ്ങൾ മക്കളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഈ സാധനം കയറി വരും. എല്ലാ പരീക്ഷകൾക്കും വരുന്ന അല്ലെങ്കിൽ സംഗതിയാണ്. ഇത് നമ്മൾ അറിയാണ്ടൊക്കെ തെറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ അപ്പൊ നമ്മൾ കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ സബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വെർബ് പ്ലസ് ഐനിഷ്. ഓക്കെ, അപ്പൊ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അലോന. യെസ് സാർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കില്ല, വേറെ ഒന്നുമല്ല. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഐ ഹാവ് എന്നുള്ളതിനെ കുറിച്ച് ഒരു 10 വാചകങ്ങൾ പറഞ്ഞു. ഐ ഹാവ് എന്താണ് നമുക്കുള്ളത് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഐ ഹാവ് എ ഫ്രിഡ്ജ്, ഐ ഹാവ് എ കാർ, ഐ ഹാവ് ലോങ് ഹെയർ, ഐ ഹാവ് ബ്യൂട്ടിഫുൾ ഫേസ്, ഐ ഹാവ് റൗണ്ട് ഫേസ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഐ ഹാവ് എ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞു. എനിക്ക് എന്തില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഐ ഡോണ്ട് ഹാവ് എ കാർ, ഐ ഡോണ്ട് ഹാവ് എ ബിഗ് ഹൗസ്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ വേറൊരു 5 കാര്യം പറയും. അപ്പൊ നിങ്ങൾ ഹാവ് എന്നുള്ളതിന്റെ അർത്ഥം പഠിച്ചു, ഡോണ്ട് ഹാവ് എന്നുള്ളതിന്റെ അർത്ഥം പഠിച്ചു. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലാകുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് മുൻപ് ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പൊ ഇല്ലാതിരിക്കുന്നതുമായ ഒരു 5 ഐറ്റം നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അവിടുന്ന് കണ്ടുപിടിച്ചോ, ഇല്ലെങ്കിൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രമേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അതിൽ അത് വിറ്റു. അപ്പൊ നമുക്കത് പറയാം, എനിക്കുണ്ടായിരുന്നു, ഐ ഹാഡ് എ മോട്ടോർ സൈക്കിൾ. ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അപ്പൊ ഹാഡ് എന്ന് വെച്ച് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകണം, ഇപ്പൊ സംഗതി ഇല്ല. എന്ത് വേണമെങ്കിൽ പറയാം, ഐ ഹാഡ് എ ലോങ് ഹെയർ, എനിക്ക് എന്തുണ്ടായിരുന്നു, നീളമുള്ള മുടി ഉണ്ടായിരുന്നു. അപ്പൊ കേൾക്കുന്ന ആൾ മനസ്സിലാക്കണം, ഇപ്പൊ ഇല്ല എന്നും മുമ്പുണ്ടായിരുന്നു എന്നാണ്. മുമ്പുണ്ടായിരുന്നതും എന്നാൽ ഇപ്പൊ ഇല്ലാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ എപ്പോഴും എന്ത് വരും? ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. ഹാഡിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഐ ഹാഡ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, എനിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് മല്ലടിച്ച് ആ സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ പോയി. യെസ്. അല്ലെങ്കിൽ ഐ ഹാഡ് എ ഗ്രേറ്റ് ഫ്ലുവൻസി ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് ഉപയോഗിക്കാതിരുന്നിരുന്ന് അതൊക്കെ വിട്ടുപോയി. മുൻപുണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഓരോരുത്തരും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതും എന്നാൽ ഇപ്പൊ ഇല്ലാത്തതുമായിട്ട് ഒരു 5 ഐറ്റംസ് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പൊ ഇല്ലാത്തതുമായ 5 ഐറ്റംസ് കണ്ടെത്തുക. അലോന ഐശ്വര്യമായിട്ട് അത് തുടങ്ങി വെക്കുന്നു. ബാക്കിയുള്ളവരെ കൂടി നമുക്ക് അങ്ങോട്ട് പൂർത്തിയാക്കാം. മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഓക്കെ അലോന പറഞ്ഞോളൂ. I had an ornament, but I don't have now. ഓക്കെ, ഐ ഹാഡ് ഓർണമെന്റ്സ്, എനിക്ക് മുമ്പ് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ കറക്റ്റ് ആണ്. സെന്റൻസ് കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഐ ഹാഡ്. പിന്നെ Then I had beauty. Now I don't have. ഐ ഡോണ്ട് ഹാവ് വേണ്ട, ഐ ഹാഡ് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ബാക്കി ഞങ്ങൾ മനസ്സിലാക്കി എടുത്തോളും. ഐ ഹാഡ് ബ്യൂട്ടി, എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഇതിന്റെ സൗന്ദര്യം ഇത്തിരി കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ സൗന്ദര്യം എന്ന് പറയുന്ന വാക്ക് ഈ അലോന പറഞ്ഞതുകൊണ്ട് അതിന്റെ കൂടെ പറയുന്നവരെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. കേട്ടിട്ടുണ്ടോ? ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നോക്കുന്നവന്റെ കണ്ണിലൂടെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. നോക്കുന്നവന്റെ കണ്ണിലൂടെയാണ് സൗന്ദര്യം. അല്ലാതെ ഇപ്പൊ നമ്മള് ഒരാൾക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടെന്ന് വിചാരിക്കും. ഒരു പെൺകുട്ടിക്ക് ഭയങ്കര സുന്ദരിയാണെന്ന് വിചാരിക്കും. പക്ഷെ ഇത്രയും അഹങ്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടി വേറെ ഇല്ലാന്ന് വിചാരിക്കും. നമുക്ക് ആ പെൺകുട്ടിയെ കാണുമ്പോൾ സൗന്ദര്യം തോന്നും. പെൺകുട്ടിയായാലും ശരി തന്നെയാണ് തോന്നുന്നു. അപ്പൊ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യപ്പെടുന്നു. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോ അതിൻ്റെ അകത്ത് ഒരുപാട് അവരുടെ ക്യാരക്ടർ ഉണ്ട്, ചിലപ്പോൾ അവരുടെ നമ്മളോടുള്ള സമീപനമുണ്ട്,
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ അകത്ത് സൗന്ദര്യം ഉണ്ടാവുന്നത്. അപ്പൊ അലോന ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് ഞാൻ സൗന്ദര്യമുണ്ട് എന്ന് പറയുന്ന ഒരാളെ നോക്കിയിട്ട് അലോന എന്ത് പറയും? സാർ എവിടെ കൊണ്ടാണ് സൗന്ദര്യം നോക്കുന്നത്? അതാണ് സൗന്ദര്യം എന്ന് പറയും. അതാണ് പറഞ്ഞത്, ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. ഓക്കെ, അലോന അത് യാദൃച്ഛ്യമായിട്ട് പറഞ്ഞു പോയതാണ്. അലോന ബ്യൂട്ടിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ അറിയിക്കുക. കാരണം ഇങ്ങനെ ഇറക്കി കഴിയുമ്പോൾ നിങ്ങളെല്ലാം മറന്നു പോകും. ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നോക്കുന്നവന്റെ കണ്ണിലൂടെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ് പറഞ്ഞു. I had talkative. I had a talkative habit. Okay, very good. എനിക്ക് ദീർഘസമയം സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. I had a brave മൈൻഡ് അല്ലേ? I had a brave mind. നല്ല സ്ട്രോങ് ആയ ഒരു മനസ്സുണ്ടായിരുന്നു. ഇപ്പൊ നിന്റെ മനസ്സിൽ അത്രയും ദൃഢതയില്ല. ഓക്കെ 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 ഓക്കെ. ഞാൻ അലോന പറഞ്ഞതൊന്നും എണ്ണി നോക്കിയിട്ടില്ല. അലോന പറഞ്ഞു ഒരു 2 മണി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ അത് അടുത്ത ആൾ റെഡി ആയിക്കോട്ടെ. സാറേ ഞാൻ പറഞ്ഞു നോക്കട്ടെ, പറഞ്ഞ് റെഡി ആവണേ. യെസ്. I had soft mind. Yes. One more. And I had drive. Yes. Okay. അപ്പൊ അലോനയാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അലോനക്ക് ആലോചിക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചാൻസ് കൂടി തരാം. ഒന്നും കൂടി നല്ല ഭംഗിയായിട്ടൊരു 5 ഐറ്റം നോക്കി വെച്ചു, രസകരമായ ഒരു 5 ഐറ്റം നോക്കി വെച്ചു. ഓക്കെ. നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾക്ക് മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ലാത്തതുമായിട്ടുള്ള സംഗതികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ഐ ഹാഡ് എ ലോങ് ഹെയർ. ആർക്കെങ്കിലും പറയാൻ പറ്റും ചെറുപ്പകാലത്ത് നീണ്ട മുടി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഷോർട്ട് ഹെയർ ആയിട്ടില്ല. ഐ ഹാഡ് എ ലോങ് ഹെയർ. യെസ്. ഐ ഹാഡ് എ ലവ്ലി ഫാദർ. എനിക്ക് സ്നേഹസമ്പന്നനായ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. നൗ ഹി ഈസ് നോ മോർ. ഇപ്പൊ അദ്ദേഹം ജീവനോടെ ഇല്ല. ഐ ഹാഡ് എ ലവ്ലി മദർ. എനിക്ക് സ്നേഹസമ്പന്നയായ ഒരു അമ്മയുണ്ടായിരുന്നു. നൗ ഐ ഹാഡ് എ ബിഗ് ഹൗസ്. എനിക്ക് വലിയ വീടുണ്ടായിരുന്നു. പ്രസന്റ്ലി അതില്ല. ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. എന്റെ വീടിന്റെ മുന്നിൽ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത് ഇല്ല. ഓക്കെ. അങ്ങനെ നിങ്ങൾക്കുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇല്ലാതിരുന്നതുമായ അടുത്ത ഐറ്റത്തെ കുറിച്ച് ആരാ പറയുന്നത്? ധൈര്യസമേത ആരാ പറയുന്നത്? ഞാൻ പറയാം. ഓക്കെ, അമൃതക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം നൽകിയാണ്. അടുത്തത് ഒരാൾ വരണമെന്ന് പറഞ്ഞപ്പോ അമൃത വരാനായിട്ടുള്ള ധൈര്യം കാണിച്ചില്ല. സോ ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞോളൂ അമൃത. I had a long nail. നെയിൽ. ഓക്കെ. നെയിലല്ല ഉദ്ദേശിച്ചത്. Nail, നഖം. ഓക്കെ. കറക്റ്റ്. വെരി ഗുഡ്. കറക്റ്റ് ആണ്. സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ. I had lots of friendships. അത് നല്ല കാര്യം. ഇനി ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഓക്കെ. I had a diary, my own diary. ഐ ഹാഡ് മൈ ഓൺ ഡയറി. എനിക്ക് എന്റേതായ ഒരു ഡയറി ഉണ്ടായിരുന്നു. യെസ്. I had arrived everywhere early. എവരിവെയർ Early. ഓക്കെ. അത് നമുക്ക് വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് അതിനകത്ത് കയറി വരുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറയുമ്പോൾ ഹാഡ് കഴിഞ്ഞതിന് ശേഷം വരുന്ന നൗണാണ്. ഇപ്പൊ അറിയേണ്ട സെൻസ് കറക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കുഴപ്പമില്ല. പറഞ്ഞു. ശരി പറഞ്ഞു. I had a soft heart. യെസ്. ഇപ്പൊ സോഫ്റ്റ് ഹാർട്ട് അല്ലേ? യെസ്. പറയുന്നത് ഐ ഹാഡ് എ സോഫ്റ്റ് ഹാർട്ട്. ഇപ്പൊ സോഫ്റ്റ് അല്ല, സ്ട്രോങ് ആയി. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളോട് മല്ലടിച്ച് അതിനെയൊക്കെ കണ്ടും കേട്ടും തരണം ചെയ്തും നമ്മള് സ്ട്രോങ് ഹാർട്ടായി. മുമ്പ് പെട്ടെന്ന് നമ്മള് ചഞ്ചല ചിത്രമാകുമായിരുന്നു. അപ്പൊ മുഹമ്മദ് റാഫി പറയുന്നു വി ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ഹി ഹാഡ് എ ഡ്രീം. അവനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഓക്കെ. അത് കറക്റ്റാണ്. വെരി ഗുഡ്. രണ്ട് കറക്റ്റാണ്. ഓക്കെ. I had an aquarium. ഐ ഹാഡ് ആൻ അക്വേറിയം. ഓക്കെ. രാഖി പറയുന്നു ഐ ഹാഡ് എ ഹെഡേക്ക്. എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ക്ലാസ് വന്നതിന് ശേഷം പിന്നെ തലവേദന വന്നിട്ട്. I had positive impact to the community. Yes, I had a positive impact. സഹാനുഭൂതി to the community. ചുറ്റുപാടുകളോട് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഓക്കെ. വെരി ഗുഡ്. ഇനി I had enough time to everywhere.
Yes, I had enough time. Okay. മതി. ഓക്കെ. ഞാൻ ഫോണിലേക്ക് എങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് അഴിച്ചിട്ട് തന്നതാണ്. എവിടെ വരെ ഫോണിലേക്ക് പോയിക്കോട്ടെ. യെസ്, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഒരിക്കലും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ലൈനല്ല. 5 എന്നുള്ളത് 6 ആയാലും 7 ആയാലും എതിർപ്പുണ്ടാവില്ല. ഓക്കെ. അപ്പൊ അമൃത പറഞ്ഞു. അമൃതത്തിന് ഞാൻ പ്രത്യേകമായിട്ട് കൺഗ്രാജുലേഷൻ തരാണ്. ആദ്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു വന്നതിനും കറക്റ്റായി നല്ല രസകരമായിട്ട് പറഞ്ഞതിനും. ഓക്കെ. ഇനി അടുത്ത സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ് എന്ന് പറയും. വെരി ഗുഡ്. ഫാത്തിമ പറഞ്ഞു. I had a beautiful school life. Very good. I had a beautiful school life. Very good. I had a room. I had lazy days. I had a pet. I had sinusitis. I had a PC. I had a slim body. I had a reading habit. I had interest in reading newspaper. Yes. Etc. Okay. Very good. I had a slim body. I had a room. മുമ്പ് എനിക്ക് ഒരു റൂം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള റൂമിലാണ്. I had a slim body. എനിക്ക് വളരെ വണ്ണം കുറഞ്ഞ ശരീരമായിരുന്നു. After giving birth to my children, I became fat. Yes. അങ്ങനെ നമുക്ക് മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. ഓക്കെ. ഇനി അടുത്തത് ഞാനൊന്ന് പറഞ്ഞു നോക്കാന്ന് ആരാ ധൈര്യമുള്ളത്? ഓക്കെ. സുമി പറഞ്ഞോളൂ. സുമി. I had long hair. I had a long hair. Okay. I had a smartphone. I had a smartphone. Very good. അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. I had a smartphone. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് മറ്റുള്ളവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം. ആ സ്മാർട്ട് ഫോണിന് പകരം വേറൊരു സംഗതി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വഴി മാറ്റാം. ഓക്കെ. I had a smartphone. Okay. I had free time. I had a free time. Okay. Now you are very busy. Yes. I had a lot of memories. I had ആരും പറയാത്തൊരു സംഗതിയാണ്. I had a lot of memories. ധാരാളം ഓർമ്മകളുണ്ടായി. Okay. I had good thoughts. I had good thoughts. നല്ല നല്ല ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. Okay. I had a peaceful mind. I had a peaceful mind. സമാധാനമുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. നിങ്ങളിലേക്ക് അങ്ങോട്ട് ചെല്ല്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴയ ഒരു 10 വർഷത്തിന് മുന്നുള്ള നിങ്ങളാണ് ഇപ്പോഴത്തെ നിങ്ങൾ ആ 10 വർഷത്തിന് മുന്നിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അത് ചിലപ്പോൾ മാനസികമാകാം, ഫിസിക്കലാവാം, മെന്റലാവാം. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ പിടിച്ചാൽ മതി, കറക്റ്റ് ആയിട്ട് കിട്ടും. യെസ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. കറക്റ്റ് ആണ്. യെസ്. ഇനി അടുത്ത ആരാണ് പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞു നോക്കാനായിട്ട് വരുന്നത്. മക്കളെ നിങ്ങൾ മറന്നു നിൽക്കരുത്, പറയണം കേട്ടോ. ഒരു പറഞ്ഞോളൂ ഫാത്തി. I had a habit of reading. I had the habit of reading. മുമ്പ് എനിക്ക് വായനാശീലം ഉണ്ടായിരുന്നു. ഇപ്പൊ മൊബൈലിൽ തോന്നുന്നത് മാത്രമേ ഉള്ളത് അല്ലേ? I had habit of watching serial. I had the habit of watching serial. മുമ്പ് ഞാൻ സീരിയൽ കാണുമായിരുന്നു, ഇപ്പൊ ഞാൻ കാണാറില്ല. ഓക്കെ. വെരി ഗുഡ്. I had habit of collecting small pouches. ചെറിയ പൗച്ചുകളൊക്കെ ശേഖരിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഓക്കെ. I had a computer. I had a computer. Okay, sir. Thank you. അപ്പൊ ഇന്നത് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടതില് ഫാത്തി പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും ഹാബിറ്റ് ഓഫ് വെച്ച് വേറെ ഫ്രേസ് പറഞ്ഞു. എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. അല്ല, I had the habit of. പിന്നെ നമുക്ക് ആ സ്വഭാവം പറഞ്ഞാൽ മതി. I had the habit of collecting stamps. I had the habit of drinking water in the morning. I had the habit of eating in the സംഗതി പറഞ്ഞു. I had the habit. അത് പറയാം. അത് had the habit വെച്ചിട്ട് പറഞ്ഞു. വെരി ഗുഡ്. അത് വെരി ഗുഡ്. നിങ്ങൾക്കും അങ്ങനെ പറയാം. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. I had the habit of. എന്താണ്? Hi, sir. Okay. പറഞ്ഞോളൂ. I had a cycle. I had a cycle. Okay. I had a collection of stamps. I had a collection of stars. Okay. I had childhood fear of thunderstorm. Yes. Okay. I had a computer that were really slow. I had a computer which were really slow. Okay. I had the habit of biting nails. Okay. I had the habit of biting nails. കടിക്കുന്ന സ്വഭാവം ഇരിക്കുന്നത്. വെരി ഗുഡ്. അല്ല, അങ്ങനെ വെറൈറ്റി പോട്ടെ. നിങ്ങൾ വെറൈറ്റി ആയിട്ട് പോട്ടെ.
അത് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നോ രണ്ടോ നിങ്ങൾക്കൊരു എന്താ പറയാ, ചില സിനിമകളെ കാണുമ്പോൾ ഭരതൻ ടച്ച്, പത്മരാജൻ ടച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ ടച്ച് ഉണ്ടാവും, വെറൈറ്റി സംതിങ്. അപ്പൊ നമ്മള് പറയാനൊരാൾ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഓ, അയാൾ പറയുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടാവും, നമ്മളതിനെ കാത്തിരിക്കാറില്ല. അപ്പൊ അതിനെ കാത്തിരിക്കും. ഓക്കെ, യെസ്, അങ്ങനെ നമ്മൾ സൃഷ്ടിക്കുക. ഓക്കെ, അത് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കയ്യിൽ, ഓക്കെ ശ്രുതി, ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി പറയുന്നു. നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് നിങ്ങളിൽ തന്നെയാണ്. നിങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ അത് നിങ്ങൾ ആ ഒരു കോണ്ടസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ കഴിവുള്ളത്, നിങ്ങളെ കൊണ്ട് പറ്റും. യു ആർ മേക്കിംഗ് യുവേഴ്സ് ബൈ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ നിങ്ങളിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. അപ്പോ ഇന്നൊരു കാര്യത്തിന് അത് അമൃതയെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അമൃത അതിന് കേപ്പബിൾ ആണ്. അപ്പൊ അമൃതയെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണത്. ആ രീതിയിലോട്ട് അമൃത വളർന്നു വന്നു. കണ്ടോ? അതാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കേണ്ടത്. അവസരങ്ങളും ഇത് നിങ്ങൾ തേടി വരും. മാണിക്യം വഴിയിൽ കിടക്കുകയാണെങ്കിൽ അത് അവിടെ ആരെങ്കിലും കണ്ടതിലിടോ. ഐ ഹാഡ് എ ഹാപ്പി ആയിട്ട് വേണമെങ്കിൽ ഒരു കാര്യം, ഐ ഹാഡ് എ ഹാപ്പി മാരീഡ് ലൈഫ്, ഐ ഹാഡ് എ ഗാർഡൻ, അല്ലെങ്കിൽ ഐ ഹാഡ് എ ഹാപ്പി ചൈൽഡ്ഹുഡ് ഡേയ്സ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി നീട്ടി പറയാം. ഓക്കെ, അപ്പൊ യു മേക്ക് യുവേഴ്സെൽഫ്, യു മേക്ക് എ ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവേഴ്സെൽഫ്. നിങ്ങളെ തന്നെ നിക്ഷേപിക്കുക. തെറ്റിക്കോട്ടെ, അവിടെ പറഞ്ഞു നോക്കാം. തെറ്റൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമേ. നമ്മൾ 40 പേര് മാത്രമല്ല ആരും. ഇപ്പൊ ധൈര്യമായിട്ട് അങ്ങനെ പറയും. ഓക്കെ, ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി പറഞ്ഞോളൂ. I had grandparents. ഐ ഹാഡ് എ ഗ്രാൻഡ് പാരന്റ്സ്. ഓക്കെ, അതാരും പറയാതെ പറഞ്ഞത്. എനിക്ക് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, I had a soft hand. സോഫ്റ്റ് I had hand. ആ ഓക്കെ. I had friends. യെസ്, ഐ ഹാഡ് ഫ്രണ്ട്സ്. I had more dresses. ഓക്കെ, I had more baggage. ഓക്കെ. അപ്പൊ 5 പറയുന്നു, ഐ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് ന്യൂസ് പേപ്പർ റീഡിങ്, ഐ ഹാഡ് എ ചൈൽഡിഷ് മൈൻഡ്. ഇപ്പോഴൊക്കെ നല്ല പക്വതയുള്ള മൈൻഡ്. ഓക്കെ, 5. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി ആരാണ് അടുത്തത് പറയുന്നത്? സുഹൈന. ഓക്കെ, സുഹൈന ആയിക്കോളൂ. അപ്പൊ ആദ്യം സ്നേഹ, അത് കഴിഞ്ഞിട്ട് സുഹൈന, അത് കഴിഞ്ഞിട്ട് ദിവ്യ. ഓക്കെ, പറഞ്ഞോളൂ. I had a bicycle. ഐ ഹാഡ് എ ബൈസിക്കിൾ. ഓക്കെ, കറക്റ്റ് ആണ്. I had a thick hair. ഐ ഹാഡ് എ തിക്ക് ഹെയർ. അപ്പൊ ഒരു വെറൈറ്റി വന്നിട്ട് നോക്കി. നേരത്തെ പറഞ്ഞാൽ ഐ ഹാഡ് എ ലോങ് ഹെയർ എന്ന് പറഞ്ഞു. ആ ലോങ് എന്നുള്ളത് മാറ്റി ഐ ഹാഡ് എ തിക്ക് ഹെയർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, I had many friends. ഐ ഹാഡ് മെനി ഫ്രണ്ട്സ്. ഓക്കെ, I had a loving father, but I don't had a- remember seeing him. ഓക്കെ 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 I had beautiful garden. ഓക്കെ I had studying Carnatic music. ഓക്കെ ഓക്കെ. ഐ ഹാഡ് സ്റ്റഡിഡ് കർണാട്ടിക് മ്യൂസിക്. ഓക്കെ, അത് സ്നേഹം ദൂരം പഠിച്ചിട്ടുണ്ട്. കർണാട്ടിക് മ്യൂസിക് ഫുൾ ആയിട്ട് പഠിച്ചോ? ഇല്ല, അരങ്ങേറ്റം കഴിഞ്ഞപ്പോ നിർത്തേണ്ടി വന്നു. അതെ, ഇത് പറ്റി. അപ്പൊ കൊറോണയുടെ ടൈമൊക്കെ ആയിരുന്നു, അപ്പൊ അവര് നിർത്തി അവിടെ. അതിന്റെ എന്തെങ്കിലും ഒരു ബിറ്റ് കയ്യിലുണ്ടോ ഇപ്പൊ അവതരിപ്പിക്കാൻ പറ്റിയത്? എന്താണ്? അതിന്റെ എന്തെങ്കിലും സംഗതി ഇപ്പൊ മനസ്സിലുണ്ടോ അവതരിപ്പിക്കാൻ പറ്റിയത്? അത് ഒരു 2-3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു കീർത്തനം പോലെയോ അവതരിപ്പിക്കാൻ പറ്റിയത് ഇപ്പൊ കയ്യിൽ മനസ്സിലുണ്ട? തെറ്റിക്കോട്ടെ, അത് അല്ല, തെറ്റല്ല, പെർഫെക്ഷൻ നോക്കണ്ട. ചിലതൊക്കെ ഞാൻ മറന്നുപോയി. അത് മതി, ഉള്ളത് മതി അല്ലേ? ഉള്ളത് പോലെ മറ്റുള്ളവരോട്. യെസ്, മതി മതി മതി. സീനി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാ അത് അവർക്ക് മറ്റുള്ളവർ. യെസ്, അത് മതി. ഓക്കെ ഓക്കെ. ഹസീന ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ജസീല പറഞ്ഞിട്ടുണ്ട്, അനീഷ്. ഓക്കെ, അപ്പൊ നമ്മൾ 40 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഒരു ഓർമ്മ ഇതിലേക്ക് തിരിച്ചു പോക്കാണ്. ഓക്കെ ഓക്കെ. സ്നേഹ പറഞ്ഞോളൂ, അവതരിപ്പിച്ചോളൂ. ശ്രീ ഗണനാഥ സിന്ദൂരവർണ്ണ കരുണ സാഗര കാരിവരദ ലംബോദരലകോ മേ
അംബസുത ആമരവിമുക്ത ലംബോദരലകു മികര. ഓക്കെ സ്നേഹ, ഇതൊക്കെ നിർത്താണ്ടൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിരുന്നു. നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഈശ്വരൻ അനുഗ്രഹിച്ച് കിട്ടുന്ന ചില കഴിവുകളില്ലേ? ഓൾ ആർ ദ മാസ്റ്റർ പീസസ് ഓഫ് ഗോഡ്. നോക്കി, അടിപൊളി, സൂപ്പർ സൂപ്പർ. അപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് അല്ലെ നമ്മളെ ഗ്രേറ്റ് അലോന ബിജു പറയുന്നു, നമിത പറയുന്നു, സൂപ്പർ പറയുന്നു. പാടാനൊക്കെ കഴിവ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. പാടാനുള്ള കഴിവ് നമുക്ക് അങ്ങനെ പറയാനായിട്ടുള്ള കഴിവ് കിട്ടാന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത സ്നേഹ, ഞാനിപ്പോ സജഷൻ പറയുന്നു. നമുക്ക് പല കാര്യങ്ങള്. ഓക്കെ, രാജി പറയുന്നു ഐ ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഡാൻസ് കോമ്പറ്റീഷൻ ദുബായ്. നല്ല ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ വേണ്ടില്ല. സെറിമണി പ്രസന്റ് ചെയ്യാം. ഓക്കെ അലോന. ഓക്കെ, നല്ല കാര്യമാണ് പഠിക്കുന്നത്. ഓക്കെ, ശരിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇനി ചില കാര്യങ്ങൾ നമ്മളുണ്ടല്ലോ, നമുക്കായിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്തത് എന്ത് ചെയ്യും? നമ്മുടെ മക്കളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? സാധ്യമാക്കും അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. കുട്ടികൾ നമുക്കറിയാലോ എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത്. അപ്പൊ അത് തിരുത്തലാണ്. അപ്പൊ നമുക്കത് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ റെഡിയാക്കി ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അതൊന്നും നമ്മൾ വിചാരിക്കേണ്ടത്. ഇപ്പോ പണ്ട് ഒരു പയ്യൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പറഞ്ഞാൽ മതി, ഇത് പറഞ്ഞാണത്. ഒരു പയ്യൻ സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ അവന്റെ കാലുകൾക്ക് വളരെ നീളം കുറവായതുകൊണ്ട് അവനെന്ത് ചെയ്തു? കൂട്ടുകാരൊക്കെ കളിയാക്കി. കുഞ്ഞിക്കാല എന്ന് വിളിച്ച് കളിയാക്കിയാണ്. അപ്പൊ ആ പയ്യൻ എന്ത് ചെയ്തു? വീട്ടിൽ വന്ന് ഗ്രാൻഡ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ സ്കൂളിലേക്ക് പോകുന്നില്ല, കാരണം എന്റെ കൂട്ടുകാരെ കളിയാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഗ്രാൻഡ്മ അവനെ ആശ്വസിപ്പിച്ചു. അത് കുഴപ്പമില്ലടാ, നീ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. പക്ഷെ ഈ കാലിന് നീളം കുറഞ്ഞ പയ്യനെ പിന്നീട് നമ്മൾ വിളിച്ച പേരാണ് ആർക്കെങ്കിലും പറയാമോ? അദ്ദേഹത്തെ നമ്മൾ വിളിച്ച പേരാണ് ലയണൽ മെസ്സി. യെസ്. അപ്പോ ഇപ്പൊ എവിടെ നിൽക്കുന്നത് നമ്മൾ നോക്കണ്ട, ഇത് എത്തുന്നത് വലിയ പൊസിഷനിലായിരിക്കും. ഓക്കെ, ദിവ്യ ദിവാകർ കടന്നു വരും. Okay, sir. Okay. I had beautiful eyes. I had beautiful eyes. അത് ആരും പറയാത്തൊരു സംഗതിയാണ്. I had beautiful eyes. Okay. I had woke up 7 o'clock. I had the habit of waking up at 7 o'clock. നേരത്തെ പറഞ്ഞപ്പോ ഹാബിറ്റ് ഓഫ് സ്വഭാവം ഉണ്ടായിരുന്നു. ഓക്കെ. I had more time. I had more time. മുമ്പ് ധാരാളം സമയം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനഫ് ടൈം നൽകാം. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞു. I had good hair. Good Hair. Okay. I had lazy. Okay. Yeah. Lot of friends. Yes, I had a lot of friends. I had freedom to take decisions. Okay, ഒരു മിനിറ്റ്. I had taught the dance. Okay, അപ്പൊ രാജി നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല. അപ്പൊ രാജിനോട് നമുക്ക് ചോദിക്കാം. Okay, വെരി ഗുഡ് രാജി. യെസ്, പറഞ്ഞോളൂ. I have a lot of friends. ബാക്കി പറഞ്ഞോളൂ ദിവ്യ. I had freedom to take decisions. അതാരും പറയാത്ത I had freedom to take the decision. തീരുമാനമെടുക്കാനായിട്ടുള്ള എന്തായിരുന്നു? I had a wish to study dance. Yes, I had a wish to study dance. Okay. പിന്നെ Okay, ദിവ്യ, വെരി ഗുഡ്. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു ദിവ്യയുടെ പറഞ്ഞ ആഡ് വെച്ച് പറഞ്ഞ പല കാര്യങ്ങൾക്കും ഒരു വെറൈറ്റി ഉണ്ട്. സുഹൈന പറഞ്ഞോളൂ. സുഹൈന. Yes, sir. I had a ambience. Okay, very good. I had a money. Yes. I had a neighbor. Yes. I had നമുക്ക് വേണമെങ്കിൽ I had a good neighbor എന്നാക്കാം. നല്ലൊരു അയൽക്കാരൻ. Yes. I had a teacher. I had a teacher. Okay. I had a oil skin. അത് ആരും പറയാത്തൊരു സംഗതിയാണ്. ഹെയർ എല്ലാവരും പിടിച്ചു,
കണ്ണുകളുടെ ഭംഗിയെ കുറിച്ച് പറഞ്ഞു. ഐ ഹാഡ് an oil skin. ഓയിലി ബോഡി ആയിരുന്നു, എണ്ണമയമുള്ള ശരീരമായിരുന്നു. ഓക്കെ 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 ഓക്കെ. ആ വെരി ഗുഡ്. അതോളൂ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സുഹൈല ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വെരി 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 ഗുഡ് വെരി ഗുഡ്. യെസ്. ഈ ആരാണ്? സാറേ ഞാൻ പറഞ്ഞോട്ടെ. ആ പറഞ്ഞോളൂ നവിത, പറഞ്ഞോളൂ പറഞ്ഞോളൂ. I had a lot of pimples. യെസ്. എനിക്ക് I had a pet puppy. യെസ്. അത് ആരും പറയാത്താണ് പറഞ്ഞത്. ഓക്കെ. I had a habit of collecting different perfumes. യെസ് വെരി ഗുഡ്. യെസ്. I have a lot of lovely neighbors. I had a lot of lovely neighbors. Okay. I had a lazy life. I had a lazy life. Okay okay. Okay very good very good. Okay. Anjana attend inni illenga parayuda Navida. I had black hair. I had a black hair. Okay. അത്രയുള്ളൂ സർ. Very good very good very good. രസകരമായിട്ടുണ്ട്. വെറൈറ്റി നല്ല ശബ്ദവുമാണ്. വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി അടുത്ത ആരാണ് പറയുന്നത്? ഐ ഹാഡ് വെച്ചിട്ട് അവസരം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. പറയുന്നത് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് തോന്നും, പറയാനൊരു ധൈര്യം തോന്നും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഐ ഹാഡ്. യെസ് പറഞ്ഞോളൂ ജസീല. ജസീലിനെ കണ്ടില്ല എന്ന് ആലോചിക്കുകയാണ് ഞാൻ. മുഹമ്മദ് റാഫി പറയുന്നു ഐ ഹാഡ് മെനി ഫാൻസി റിങ്സ്. ഓക്കെ പറഞ്ഞോളൂ. I had a job. ഐ ഹാഡ് എ ജോബ്. എനിക്ക് മുമ്പ് ഒരു ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ജോലിയില്ല. ഓക്കെ ഓക്കെ കറക്റ്റ്. I had happy moments. ഐ ഹാഡ് എ ഹാപ്പി മൂമെന്റ്. നല്ല എന്താ പറയാ, വിഷമത്തോടു കൂടിയാണല്ലോ പറഞ്ഞത്. യെസ് ഓക്കെ. I had ideas. ഐ ഹാഡ് ഐഡിയാസ്. അത് ആരും പറയാത്തതാണ് കേട്ടോ. ഓക്കെ. എനിക്ക് പണ്ട് നല്ല ഐഡിയ ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. I had heavy bag. Heavy Bag. Okay 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 okay. I had a heavy bag. I had luck. പറഞ്ഞോളൂ. I had luck. I had a luck. Okay 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 okay. Yes. ഇപ്പോഴും ലക്കില്ലേ? ഇവിടേക്ക് എത്തിയില്ലേ? Yes. Yes. I had good friends. Yes. ഓക്കെ. ഓക്കെ ജസീല രസകരമായിട്ടുണ്ടായിരുന്നു. റിയാലിറ്റി ഉണ്ടായിരുന്നു. ജസീലയുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത പോലെ തോന്നി. ഇതിനൊക്കെ നന്ദനം പറയുന്നുണ്ടായിരുന്നു ഐ ഹാഡ് എ ഗുഡ് ഇനഫ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഓക്കെ നന്ദന. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ആരാണ് പറയുന്നത്? ഓക്കെ പറഞ്ഞോളൂ സൗമ്യ. സൗമ്യ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ സൗമ്യ പറഞ്ഞോളൂ. I had a good teachers. I had a good teachers. Oh, very good. I have a parrot with me. I have a parrot. Okay. I had a good friends. I had a good friends. Okay. I have. I had many fancy things. Okay 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 okay. I had a stamp collection. I had a stamp collection. Okay. That's okay, that's all. Okay, very good very good. Okay സൗമ്യ മനോഹരമായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്ത ആരാണ് പറയുന്നത്? ഒരാൾക്ക് കൂടി ചാൻസ് വേണ്ട. അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ സമയമായി. യെസ്. നിങ്ങൾ പിന്നെ ആലോചിക്കും പറയാമായിരുന്നല്ലോ എന്ന് വിചാരിക്കും. യെസ്. ഓക്കെ അലീഷ പറഞ്ഞോളൂ. I had driving car. I have the I had the ability to drive the car. വണ്ടി ഓടിക്കാൻ കഴിവുണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. I had leadership quality. വെരി ഗുഡ്. ആരും പറയാത്ത സംഗതി. ഐ ഹാഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇപ്പോഴും ഇല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി. പറയുന്നതിനുണ്ടല്ലോ നല്ല പവർ. ഓക്കെ. I had strong mind. I had a strong mind. Okay 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 okay. പിന്നെ I had collecting bus tickets. I had habit of collecting bus ticket. അത് ചെറുപ്പ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ശീലമാണ് അല്ലേ?
Yes, very good, very good. I had single life. Yes, I had a single life. Okay, now you are not single. Okay, okay, single അല്ലാന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ? Okay, very good, very good. Okay, yes, Alisha, very good, very good. അപ്പോ നിങ്ങളുടെ ഹാഡ് എന്ന് പറയുന്ന വെർബ് ഉപയോഗിച്ച് നേരത്തെ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാതിരുന്നതുമായ കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ അത് മൂന്നും മറക്കാതിരിക്കുക. ഐ ഹാവ് എനിക്കുണ്ട്, ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല, ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അതൊന്ന് ഉപയോഗിക്കുക, ആ രീതിയിലൊന്ന് പറയുക. വീണ്ടും നമ്മൾ പറഞ്ഞു പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന പുതിയൊരു ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ പുതിയ ടെൻസ് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് എപ്പോഴാണ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ മിക്കവാറും വെള്ളിയാഴ്ചയും ഞാൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ നമുക്ക് അന്നേരത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചോദ്യം ചോദിക്കണം? ഈ ചോദ്യം തന്നെ ചോദിച്ചാൽ മതിയാ. നെക്സ്റ്റ് മറ്റേ ചോദ്യം അല്ലേ? ഓക്കെ 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 സുഖൈന. ഓക്കെ ഓക്കെ ചോദിക്കാം. നമുക്ക് കുറച്ച് നാളായിട്ട് നമ്മളതൊന്ന് വിട്ടിരിക്കരുത് അല്ലേ? സമയത്തിന്റെ കുറവ് കൊണ്ടാണ്. ഓക്കെ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ചോദ്യങ്ങൾ ചോദിക്കാം. ഏതായാലും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊരു ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇംഗ്ലീഷിലാണ് ചോദ്യം, മലയാളത്തിൽ പറയുന്നതല്ല. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. ചോദ്യം ഇതാണ്: എ മാൻ ഹാസ് 6 sons. A man has 6 sons. SONS. Each son has 2 sisters. Each son has 2 sisters. ചോദ്യം ഇതാണ്: How many children does the man has? 6. Once more. Once more. I will repeat. A man has 6 sons. Each son has 2 sisters. Each son has 2 sisters. How many children are there? 8. 6. Yes. 6 അല്ല, 8 is the correct answer. Okay, okay. കുറച്ച് പേരുടെ 8 പറഞ്ഞു. അപ്പോ 8 എന്തുകൊണ്ട് വന്നു എന്നുള്ളത് 8 പറഞ്ഞ ആളുകൾ ആരെ പറഞ്ഞ് മനസ്സിലാക്കണം? അലോന, എന്തിനാ മനസ്സിലായി 8 ആണ്? 6 മക്കളും 2 സഹോദരിമാരും. അപ്പൊ 6 2 8. യെസ്. അല്ല, അത് നമ്മുടെ ഉത്തരത്തോട് കണക്ട് ചെയ്ത് പറയും. ഈച്ച് 2 സഹോദരിമാരുണ്ടെങ്കിൽ ആ 2 സഹോദരിമാരെ എല്ലാവരുടെയും എന്താണ്? ഓക്കെ ഓക്കെ, അങ്ങനെയാണ് 6 + 2 എത്തിയത്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ ഇന്റലിജന്റ് ആയ കുട്ടികളാണ്. നിങ്ങൾ ഈ ലെവലിലും നിൽക്കേണ്ട ആൾക്കാരല്ല, വേറെ ലെവലിൽ വരേണ്ട ആൾക്കാരാണ്. ഓക്കെ, once again wish you all the best. We will meet next class. Okay, Thank you, sir. Thank you, sir. Okay, okay, okay. Have a nice day. Okay, thank you. Thank you, sir. Okay. Okay, 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 okay. ഓക്കെ, അപ്പൊ ലച്ചു പറയുന്നു ഇന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ.